ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള വചനങ്ങൾ പറയുകയാണ്. ഏതാണത്? ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അതിനെ തുടർന്ന് ഈശോ മനോഹരമായിട്ടുള്ളൊരു വചനം പറയുകയാണ്, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു, എന്നാൽ ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ നിത്യജീവനിലേക്ക് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ഒരുപാട് സ്നേഹിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാത്തിനേക്കാളും വലിയ പ്രാധാന്യം എൻ്റെ ജീവിതത്തിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിത്യജീവിതത്തിന് ഉപകാരപ്പെടുകയില്ല എന്നുള്ളതാണ്. ഈശോ പറയുകയാണ്, ഈ ലോകത്തിൽ തന്റെ ജീവനെ ഒരുപാട് സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തുന്നു. കാരണം എന്താണ്? ഇത് മാത്രം ഫോക്കസ് ചെയ്തു പോകുമ്പോൾ ഒരു പക്ഷെ ദൈവികമായ കാര്യങ്ങളോ ദൈവികമായ പുണ്യങ്ങളോ ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടില്ല. ഒരു പക്ഷേ സ്വർഗത്തിലേക്ക് സമ്പാദിച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ സമ്പാദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈശോ പറയുകയാണ്, എന്നാൽ ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ ഈ ലോകത്തിൽ തന്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ അതിനെ വരുന്ന കാലഘട്ടത്തിലേക്ക്, അതായത് സ്വർഗരാജ്യത്തിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ ജീവൻ അങ്ങനെ വെറുത്തുപേക്ഷിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ് എന്നുള്ളതാണ് അതിനർത്ഥം, അല്ലെ? എൻ്റെ ജീവിതത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ആരംഭിച്ചാൽ ഞാൻ വരും ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കുകയാണ് യേശു പറയുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ സ്ഥിതിയെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാറ്റിനേക്കാളും ദൈവത്തെക്കാളും ദൈവിക കാര്യങ്ങളെക്കാളും പ്രാധാന്യം ഞാൻ എൻ്റെ ജീവിതത്തിന് കൊടുത്ത് ജീവിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ നഷ്ടപ്പെടുത്തും. എന്നാൽ എൻ്റെ ജീവിതത്തിനേക്കാളും ഉപരിയായിട്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ കാത്തു സൂക്ഷിക്കുകയാണ്. ഈ ഒരു മനോഭാവത്തോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സംബന്ധമായിട്ട്